guys, welcome to Honest Diary. Make sure to subscribe, hit the notification bell, let me know in the comments. Please like this video, please support my channel. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇന്ന് ട്രിപ്പ് പോവാണ്. അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി റെഡി ആവണം. എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇടുക്കിയിലോട്ടാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ ഇടുക്കി പോവാണ്. ഇടുക്കി തേക്കടി എന്ന പ്രശസ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഇനി പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഇടുക്കി അടുത്തെത്തിയപ്പോഴാണ്. ബിക്കോസ് ഞാൻ കാർ കയറിയപ്പോഴേ ഉറങ്ങി. കാരണം വെളുപ്പിനെ 5:30 എഴുന്നേറ്റു. അപ്പം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പതിവില്ലാത്തതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടുക്കിയിലെത്തിയിട്ടാണ് ഈ ഷോട്ടെല്ലാം എടുക്കുന്നത്. ദൂരെ നമുക്ക് നല്ല വലിയ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ചെറിയ രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്തതായിട്ടുള്ള കാടുകളിൽ ഒരു പ്രത്യേകതരം പൂവുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. നല്ല പൂവുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ദൂരേന്ന് ഈ മലയും ഇവിടെ എല്ലാം ഒന്നെങ്കിൽ ഏലമാണെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ തേയിലയായിരിക്കും. ഇതിലേതോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നല്ല ഭംഗി, ഇങ്ങനെ നിരനിരയായിട്ട് അതിലുള്ള തെങ്ങുകളും മരങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പറഞ്ഞാൽ തീരാത്ത ഭംഗിയായിരുന്നു. നമ്മൾ ഓരോ ചുരം കയറും തോറും തണുപ്പിങ്ങനെ കൂടി വരുമായിരുന്നു. ഞങ്ങളോർത്തു മേലിൽ എത്താൻ പറ്റത്തില്ല, നല്ല തണുപ്പായിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കയറി വന്നപ്പോൾ ഇളം വെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും, വെളിച്ചമൊക്കെ. അത് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ചൂടും വന്നു തുടങ്ങി. ഞങ്ങൾക്ക് അന്നേരമാണ് മനസ്സിലായത് ഇപ്പം തണുപ്പല്ല, ചൂടാണ് എന്ന്. നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് കറുപ്പ് കണ്ടു. അന്നേരം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അത് പഴയതാണ്, അതായത് വർഷങ്ങൾ നിൽക്കുന്നതാണ് ഈ ഏലമൊക്കെ. ഏലമല്ല, തേയിലമൊക്കെ ഫൈൻ. അതൊക്കെ അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വർഷങ്ങളോളം നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്ന് കറുത്തു പോയതാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ നല്ല പൂവുണ്ടെന്ന്. ഇപ്പം പാസ് ചെയ്ത് പോകുന്നത് ആ പൂവാണ്. നല്ല വാടി നിൽക്കുമായിരുന്നു. അത് വിടർന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് അത് നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. ദെൻ ഓരോ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ആണ് അവിടെ മുഴുവൻ. പിന്നെ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാൻ നിർത്തിയപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു സെൽഫി എടുത്താണ്. പിന്നെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. ദെൻ നമ്മൾ ഒരു മരം കണ്ടു. നല്ല ഭംഗിയുള്ള മരമായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ നമ്മൾ അവിടെ ഇടുക്കിയിലെത്തി. നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മൾ ബോട്ടിങ്ങിനായിരുന്നു പോയത്. ഒരുപാടെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നിടമെല്ലാം കുരങ്ങുകളായിരുന്നു. എൻ്റെ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ വഴക്കുണ്ടാക്കാൻ ചെല്ലുമ്പോൾ തിരിച്ചിങ്ങ് ചാടിക്കൊണ്ട് വരുവാണ്. പിന്നെ ഞങ്ങൾ അവന്മാരെ പിടിച്ച് നിർത്തിയതാണ്. കാരണം അവന്മാർക്ക് കുരങ്ങുകളെ പേടിയില്ല. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ കുഞ്ഞും ഉണ്ടായിരുന്നു. പോയതാണ്. കുരങ്ങുകളുടെ ദേഹത്ത് തന്നെ കുഞ്ഞുങ്ങളിങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. നല്ല ക്യൂട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും ഓരോന്നും കാണുമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് കൈയില്ലാത്തൊരു കുരങ്ങിനെ കണ്ടു. അന്നേരം ഞങ്ങൾക്ക് നല്ല വിഷമമായിപ്പോയി. കാരണം എല്ലാ കുരങ്ങളും ചാടി ഓടി നടക്കുമ്പോൾ അതിന് മാത്രം എന്തോ കുഴപ്പമുണ്ടായി. കുരങ്ങുകൾ തമ്മി വഴക്കുണ്ടാക്കിയപ്പോൾ പോയതായിരിക്കാം. കാരണം അത് ഒത്തിരി നാളായ മുറിവല്ല. പിന്നെ നമ്മൾ ബസ്സിൽ കയറി ഇവിടെ വന്നത്, അതായത് ഒരു സ്ഥലത്തെ രജിസ്ട്രേഷൻ്റെ ഒരു സ്ഥലത്തെ നമുക്ക് കാറിടാൻ കഴിയുള്ളൂ. അവിടുന്ന് നമ്മൾ ഇവരുടെ ഈ പ്രസ്താവനയുള്ള അവരുടെ ബസ് കയറി വേണം നമ്മളിവിടെ എത്താൻ. എന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയി. നമ്മൾ കടുവ സങ്കേതത്തിലായിരുന്നു, അതിലൂടെയായിരുന്നു നമ്മൾ ബോട്ടിൽ പോയത്. പെരിയാറിലൂടെയായിരുന്നു പോയത്. അപ്പോൾ പറഞ്ഞത് കടുവയെ കാണാൻ കഴിയും, സൂക്ഷിക്കണം എന്നൊക്കെയാണ്. അതെല്ലാം നമ്മൾ ആഗ്രഹിച്ച് പോയതാണ്. പക്ഷെ നമുക്ക് ഒറ്റ കടുവയെ പോലും കാണാൻ സാധിച്ചില്ല. നമുക്ക് നിറയെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള ഈ ആദ്യം ഈ മാന്, നമ്മുടെ നാട്ടിലില്ല,
എന്നാലും നമ്മൾ സാധാരണ കാണാറുള്ളതാണ്, പ്രത്യേകതയൊന്നും ഇല്ലാത്ത ആളാണ്. കാരണം ആ മാനിന് കൊമ്പുമില്ല പുള്ളിയില്ലാത്ത സാധാരണ മാനുണ്ടല്ലോ, അതായിരുന്നു. പിന്നെ കാട്ടുപോത്തുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ആനകളുണ്ടായിരുന്നു. ഞങ്ങൾ ആകെപ്പാടെ അടുത്ത് കണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആനകളായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കുറച്ച് പ്രായമായ ഒരു ആനയുണ്ടായിരുന്നു. ആ ആനയ്ക്ക് നടക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്തെങ്കിലും കുഴപ്പമോ എന്തെങ്കിലും രോഗമോ ആയിരിക്കാം. പക്ഷെ മറ്റ് ആനകൾ കുറച്ച് നടന്നിട്ട് അലച്ച് അവരെ വിളിച്ചു. ദെൻ അവിടെ കാത്തു നിന്നു. ആ വയ്യാത്ത ആന തൻ്റെ അടുത്ത് എത്തുന്നിടം വരെയും കാത്തിരുന്നു. ഞങ്ങൾ അവിടെ കൂടുതലായും കണ്ടത് ആനകളെയായിരുന്നു. ദെൻ നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.